ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞാനൊരു തട്ടുകട തുടങ്ങണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ നിന്ന് എനിക്ക് ധനസഹായം ലഭിക്കുകയുണ്ടായി. ഈ ധനസഹായം കൊണ്ട് എനിക്ക് നല്ലൊരു തട്ടുകട തുടങ്ങാനും നല്ലൊരു വരുമാനം, കുഴപ്പമില്ലാത്ത നല്ലൊരു വരുമാനം ലഭിക്കുകയും. ചെറിയ രീതിയിലാണ് തൊഴിൽ ചെയ്തിട്ടുണ്ടായത്. ഇപ്പൊ ഈ ബ്ലോക്കിൽ നിന്ന് ഈ പൈസ 3 ലക്ഷം രൂപ പാസ്സായെങ്കിൽ ഞാൻ കൂടി ഡ്രൈവർക്ക് ഇത്തിരി വലിയ തോതിൽ വർക്ക് ചെയ്യാൻ മെച്ചപ്പെടുന്നു. പിന്നെ അതിനുവേണ്ടിയുള്ള സഹായങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു തന്നത് ഇതിലൂടെ കാര്യങ്ങൾ വലിയ രീതിയിൽ മെച്ചപ്പെട്ടു പോകുന്നുണ്ട്. ഈ പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് ഈ 3 ലക്ഷം രൂപ ധനസഹായം ലഭിച്ചതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രൈവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് തുടങ്ങാൻ സാധിച്ചതിന് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം ബ്ലോക്കിൽ തലവടി പഞ്ചായത്ത് 11-ാം വാർഡിൽ ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 2019-2020 കാലഘട്ടത്തിലെ പദ്ധതി പ്രകാരമുള്ള സ്വയം സംരംഭം SC/STയുടെ സ്വയം സംരംഭത്തിൽ 2.5 ലക്ഷം രൂപ ലോൺ അനുവദിച്ചുകൊണ്ട് ഞാനിപ്പോൾ പുതിയ ബ്യൂട്ടി പാർലർ ആരംഭിച്ചു. അത് പ്രകാരം എനിക്ക് 2-3 സ്റ്റാഫിന് നല്ല രീതിയിൽ സാലറിയോടുകൂടി തൊഴിൽ നൽകുവാനും ഇതിൻ്റെ കീഴിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുവാനും സാധിക്കുന്നുണ്ട്. നല്ല ഏണിങ്സാണ് എനിക്ക് ഈ ഒരു പദ്ധതി പ്രകാരം കിട്ടിയ സംരംഭം മുഖേന എനിക്ക് നല്ല രീതിയിലൊരു ഏണിങ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സുകളും ഇതിനോടൊപ്പം ആരംഭിക്കുകയും അതും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ഒരുപാട് പേർക്ക് ജോലി നൽകാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ SC/ST ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് സുരക്ഷിതമായ ഒരു വീട്. സേഫ് പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചതിലൂടെ എൻ്റെ സ്വപ്നം നിറവേറ്റാൻ സാധിക്കും. ഈ അവസരത്തിൽ ഹരിപ്പാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലെ എല്ലാ നല്ല മതിലുകെട്ടായിരുന്നു, നല്ല മേശിരിമാരായിരുന്നു. നേരത്തെ അഴുക്ക് വഴിയായിരുന്നു. ഇപ്പോൾ അവർ നല്ലതായിട്ട് വഴിയൊക്കെ ഞങ്ങൾക്ക് പണിഞ്ഞു തന്നു. അതിൽ സന്തോഷമുണ്ട്. നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക്. അവർ നല്ല സ്നേഹമായിട്ടാണ് എല്ലാം ഇത് ചെയ്തു തന്നത്. നല്ലതായിട്ട് പണി നടത്തി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വർക്ക് ചെയ്തതിൽ 2 സൈഡിലും പിന്നെ ഇതുപോലെ മൊത്തം ചെയ്യാതെ ഇട്ടതുകൊണ്ട് മഴ പെയ്യുമ്പോൾ മണ്ണെല്ലാം ഒലിച്ച് വണ്ടി കയറി വരാനും യാത്രക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെയ്ത വർക്ക് നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് യാത്രക്കാർക്കും വണ്ടികൾക്കൊക്കെ ഇത് താഴെ കൂടെ കയറി വരാനും നല്ല രീതിയിൽ ചെയ്തു തന്നതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും നല്ലതായി പിന്നെ യാത്ര ചെയ്യുന്നതിനും വണ്ടി പോകുന്നതിനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്നാണ് ഈ വർക്ക് എടുത്തിട്ട് തീർത്തു തന്നത്. അതുകൊണ്ട് ഇത് ചെയ്തു തന്ന നമ്മുടെ പട്ടികജാതി വികസന വകുപ്പിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു.